കഴിയുമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അതിവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. അത് പൂർത്തീകരിക്കുന്നതോടൊപ്പം ചേട്ടാ ചേട്ടാ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞല്ലേ? അവൻ എത്ര കൊടുത്താലും സന്തോഷം, കൊടുക്കില്ലേലും സന്തോഷം. അവനൊരു സാധാരണ വീട് പോലെ അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പുണ്യമാവുമ്പോൾ ഒരുപാട് പുണ്യം. ഗാന്ധി ഭവനി ആദ്യം വന്ന് പണിയിച്ചാളെ ഏറ്റവും മനോഹരമായ വലിയ ഘട്ടങ്ങളെ പണിയാൻ പ്രാപ്തനാക്കിയത്. മണൽവേട്ടത്തെ ഈ സദാനന്ദൻ ചേട്ടൻ നൽകിയ ഏതാണ്ട് 60 സെന്റിനോളം അടുത്ത് വരുന്ന ഈ പുരയിടം അതേ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഗാന്ധി ഭവൻ ദാനം നൽകിയത്. കാരണം പ്രായമായവര് ഒറ്റപ്പെട്ടു പോകാൻ പാടില്ല. അങ്ങനെയുള്ളവരെ കൂട്ടി താമസിപ്പിക്കുന്ന ഗാന്ധി ഭവന്റെ ഒരു ശാഖ ഇവിടെ തുടങ്ങണം. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്നേഹ നിർബന്ധം കൊണ്ടാണ് ഗാന്ധി ഭവൻ ഇത് ഏറ്റെടുത്തത്. വളരെ നിർബന്ധിച്ച് അദ്ദേഹം ഇത് ചെയ്ത് നമ്മൾ ഇന്ന് അതെ ഇന്ന് അദ്ദേഹം തന്നെ തറക്കല്ലിട്ട് ജനപ്രതിനിധികളടക്കം നാട്ടുകാരുടെ എല്ലാ സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെല്ലാം കൂടി ഈ തറക്കല്ലിടിയിൽ നടത്തുകയാണ് ചെയ്തത്. ജനപങ്കാളിത്തത്തോടെ ഇവിടെ ഇപ്പോൾ ഒരു കെട്ടിടം ഉയരുന്നു. ഏകദേശം 30 പേർക്ക് താമസിക്കാനാണ് ഇപ്പോൾ നമ്മളിവിടെ താമസം ഉണ്ടാക്കുന്നത്. പ്രായമായ അച്ഛനമ്മമാർ അവരെ സുഖകരമായി സന്തോഷകരമായി പത്തനാപുരം ഗാന്ധി ഭവനിലും ഇല്ലാത്ത രീതി അതുപോലെ 20 ബ്രാഞ്ചുകൾ കേരളത്തിലുണ്ട്. അവിടെ എല്ലാം നടക്കുന്നത് സ്നേഹവും സഹകരണവും സഹവർത്തിത്വവും കരുണയും കരുതലും സാംസ്കാരിക കലാ പ്രവർത്തനങ്ങളൊക്കെയാണ്. അതെല്ലാം ഇവിടെ ഉണ്ടാവും. ഈ കടക്കൽ ചരിത്ര പ്രാധാന്യമായ ഈ പ്രദേശത്ത് ഈ നാട്ടുകാരുടെ ഈ നാടിന്റെ ഒരു സാംസ്കാരിക കേന്ദ്രമായിരിക്കും. ഏത് വേദനയും ഏത് പ്രയാസങ്ങളും ഇവിടെ പങ്കുവയ്ക്കാം. പ്രസ്ഥാനമാണ് പത്തനാപുരത്തെ ഗാന്ധി ഭവൻ. ഡോക്ടർ പുനലൂർ സോമരാജ് സാറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മാതൃകാപരമാണ്. ലോകത്തിന് അനുകരണീയമായ മാതൃകയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, സന്നദ്ധ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ, അങ്ങനെ സമസ്ത മേഖലയിലെയും ജനവിഭാഗത്തെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മഹാപ്രസ്ഥാനമായി ഇന്ന് ഗാന്ധി ഭവൻ മാറിയിട്ടുണ്ട്. ആ ഗാന്ധി ഭവന്റെ ഏറ്റവും അവസാനത്തെ ഒരു ബ്രാഞ്ച് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഇവിടെ ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ തന്നെ ഇത്രയും മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം ഇന്നില്ല. നമ്മളെ പത്തനാപുരം ഗാന്ധി ഭവന്റെ നേതൃത്വത്തിൽ മണലുവട്ടത്ത് ഉള്ള സദാനന്ദൻ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട മനുഷ്യസ്നേഹി നൽകിയ 50 സെന്റ് സ്ഥലത്ത് ഇന്ന് ഗാന്ധി ഭവന്റെ മണലുവട്ട ശാഖയുടെ ഔപചാരികമായ തറക്കല്ലിടൽ നടന്നു. ഇവിടുത്തെ ഉള്ള സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള മുഴുവൻ വ്യക്തികളും, രാഷ്ട്രീയ പാർട്ടികളും, ജനപ്രതിനിധികളും എന്നുവേണ്ട ഈ നാട്ടിലെ മുഴുവൻ ആളുകളും
സ്നേഹത്തോടുകൂടി ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. മാർച്ച് മാസം 31-ാം തീയതി ഔപചാരികമായ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് 30ഓളം വയോജനങ്ങളെ താമസിപ്പിക്കുന്ന രീതിയിലേക്കാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങുന്നത്. തീർച്ചയായും ഈ സംരംഭത്തിന് എല്ലാവിധ സഹായവും സഹകരണവും എന്റെ പൂർണ്ണമായിട്ടുള്ള ഇടപെടലും ഉണ്ടാകും. ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളെ ഞാൻ കാണുന്നത്. എന്റെ ജീവിതത്തിനേക്കാൾ ഏറെ ഞാൻ കാണുന്നത് പൊതുപ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവുമാണ്. തീർച്ചയായും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ലോകത്തിന് തന്നെ മാതൃകയാണ് സോമരായ സാറും അദ്ദേഹത്തിന്റെ ഭാര്യ പ്രസന്നി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും. തീർച്ചയായും ആ വലിയ മനസ്സിനെ അംഗീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ വന്നിട്ടുള്ള ഈ സംരംഭം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഒരു ആശ്രയ കേന്ദ്രമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.